ഇന്ന് നമുക്ക് മടിയൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ. കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ ഒക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ഭയങ്കര ഈസിയാണ്, 5 മിനിറ്റും കൂടി വേണ്ട. അതിനു മുമ്പ് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡും ക്യാപ്സിക്കം, ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു മുട്ട ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പച്ചക്കറികളൊക്കെ ഞാനിതാ കുനുകുനാന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് മുട്ടയൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. കൂടുതൽ സ്പൈസസോ കുരുമുളക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ട കേട്ടോ. വെറും ഉപ്പ് മാത്രം ഇട്ടിട്ട് നമുക്കിതൊന്ന് ചിക്കി എടുക്കാം കേട്ടോ. അങ്ങനെ ചിക്കി പൊരിച്ചെടുക്കില്ലേ, അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ചിക്കി എടുത്തിട്ടുണ്ട് കേട്ടോ, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഈ ഒരു പാനിൽ തന്നെ നമുക്ക് ആ ബ്രെഡും ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. നമ്മളൊരു 6 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 6 പീസ് ബ്രെഡും നമുക്ക് ഇതേപോലെ തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബ്രെഡുകളെല്ലാം ഞാൻ ഇവിടെ ടോസ്റ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാനിൽ തന്നെ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് പൊടിയാക്കി അരിഞ്ഞിട്ടുള്ള ആ ഒരു വലിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടി കൊടുക്കാം കേട്ടോ. ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഒരു ഗോൾഡൻ ബ്രൗൺ ആ ഒരു കളർ വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ ഏകദേശം കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതാക്കി അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കാം. അതും ഒന്ന് വാടി വരുമ്പോൾ ഇനി അതിലേക്ക് നമ്മൾ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കവും തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ക്യാപ്സിക്കവും തക്കാളി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് വെറുതെ ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതിയേ. ഇനി നമുക്കതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കൂടുതൽ പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ, കുറച്ച് പൊടികൾ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ പൊടികളും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് കളറ് മാറി വരുന്നത് വരെ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. കളറൊക്കെ മാറി നല്ലൊരു റെഡ് കളറായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ മസാല. അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു ഗ്രേവി പോലെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്, കൂടുതലൊന്നും വേണ്ട. ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ബ്രെഡ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മുട്ട ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളുടെ മസാലയും ആ ഒരു മുട്ടയും എല്ലാം കൂടെ നല്ലതുപോലെ തന്നെ മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡിൻ്റെ പീസസും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് അതും നല്ലതുപോലെ തന്നെ ഈ ഒരു മസാലയിൽ ആകുന്നത് പോലെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ബ്രെഡിൻ്റെ പീസുകളും ഒക്കെ മസാലയിലിട്ടിട്ട് നല്ലതുപോലെ തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലായിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ സ്നാക്ക് ഇവിടെ റെഡിയാണ്. ഭയങ്കര ഈസി അല്ലേ ഇത് ഉണ്ടാക്കാൻ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയും കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ മതിയാകും. അപ്പോഴത്തേക്കും നമ്മളുടെ സ്നാക്ക് ഇവിടെ റെഡിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി സാധനമാണ്.